ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് നമ്മുടെ സ്വാധീനത്തിലാവാൻ നിരന്തരമായ പരിശീലനം കൂടിയേ കഴിയൂ. ഏത് കാര്യവും നമുക്ക് സുസാധ്യമാകണമെങ്കിൽ അഭ്യാസം കൂടിയേ കഴിയൂ. ഒരു കൊച്ചുകുട്ടി എഴുതണമെങ്കിൽ എത്ര പാടുപെടുന്നു. ഓരോ അക്ഷരങ്ങളും എത്ര വലുതാക്കി അവർ സ്ലേറ്റിലോ കടലാസിലോ എഴുതുന്നു. അത് എഴുതുമ്പോഴേക്കും അവർ വിയർത്തൊലിക്കും. വളരെയധികം അധ്വാനിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ അവർക്ക് അനായാസേന ആ എഴുത്ത് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കാൻ നാം പരിശ്രമിക്കണം. നിരന്തരമായ ഒരഭ്യാസം അതിന് കൂടിയേ കഴിയൂ. വേണം നിരന്തരാഭ്യാസം ചിത്തചാഞ്ചല്യ രോഗം ശമിക്കാൻ. ആത്മാവിലേകാഗ്രമായാൽ മനസ്സില്ല ആത്മസ്വരൂപമായി മാറും. നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. വേണം നിരന്തരാഭ്യാസം. നമ്മൾ നിരന്തരമായ പരിശീലനം കൂടിയേ കഴിയൂ. ഒരു വാഹനം ഓടിക്കാൻ നാം എത്ര അഭ്യസിച്ചതിന് ശേഷമാണ് അത് ഓടിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിത്തചാഞ്ചല്യ രോഗം ശമിക്കാൻ. നമ്മുടെ മനസ്സെപ്പോഴും ചലനാത്മകമാണ്. മനസ്സിൻ്റെ ചാഞ്ചല്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഒരു കുരങ്ങിനോടാണ് ഉപമിക്കുന്നത്. ചഞ്ചലമായിരിക്കുന്ന കുരങ്ങിനെ പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ്. ആ കുരങ്ങ് അല്പം മദ്യം സേവിച്ചു ഒരു തേളും കുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്രകാരമാണ് നമ്മുടെയൊക്കെ മനസ്സ്. വിഷയചിന്തകളെ കൊണ്ട് ആവിലമായ മനസ്സ് ഇപ്രകാരത്തിലാണ്. അത്തരത്തിലുള്ള മനസ്സിനെ നമ്മൾ നിരന്തരമായ അഭ്യാസത്തിൽ കൂടി വേണം ആത്മനിഷ്ഠമാകാൻ. എന്നാൽ ആത്മാവിൽ ആ മനസ്സ് ഏകാഗ്രമായാൽ പിന്നെ മനസ്സ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. പിന്നെ ചാഞ്ചല്യമില്ല, ചലനാത്മകതയില്ല. പിന്നെ ആത്മസ്വരൂപമായി നമ്മുടെ മനസ്സ് മാറുന്നതാണ്. വേണം നിരന്തരാഭ്യാസം ചിത്തചാഞ്ചല്യ രോഗം ശമിക്കാൻ. മനസ്സിൻ്റെ ചലനം എന്നത് ഒരു രോഗം പോലെയാണ്. ആ രോഗം ശമിക്കണമെങ്കിൽ നിരന്തരമായ അഭ്യാസം കൂടിയേ കഴിയൂ. ആത്മാവിലേകാഗ്രമായാൽ മനസ്സില്ല. ആത്മാവിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സെന്ന വ്യവഹാരമേ ഇല്ല. ആത്മസ്വരൂപമായി മാറും. പിന്നെ ഈ മനസ്സ് ആത്മസ്വരൂപം തന്നെയായിട്ട് മാറുന്നതാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തരം പരിശീലനത്തിലൂടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സ് സ്വാധീനമാവുകയും ആ മനസ്സ് മഹത്തായ കാര്യങ്ങൾ നേടിത്തരാൻ പര്യാപ്തമാവുകയും ചെയ്യുന്നതാണ്. അതിനാൽ നാം നിരന്തരമായ അഭ്യാസത്തിൽ കൂടി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വാധീനമായി കഴിഞ്ഞാൽ ആ മനസ്സ് കൽപ്പതരുവിനെ പോലെ ഇച്ഛിച്ചതെല്ലാം തരാൻ കഴിയുന്നതാണ്. വേണം നിരന്തരാഭ്യാസം ചിത്തചാഞ്ചല്യ രോഗം ശമിക്കാൻ. ആത്മാവിലേകാഗ്രമായാൽ മനസ്സില്ല ആത്മസ്വരൂപമായി മാറും.